ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, വിത്ത് റൈറ്റ് ട്രെയിനിങ്, റൈറ്റ് കോച്ചിങ് ആൻഡ് റൈറ്റ് പ്രാക്ടീസ്, എനി വൺ ഓഫ് യു ക്യാൻ ബിക്കം എ ഗ്രേറ്റ് പബ്ലിക് സ്പീക്കർ. കൃത്യമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ, കൃത്യമായ ട്രെയിനിങ് ഉണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള കോച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ, യു ക്യാൻ ഓൾസോ ബിക്കം എ ഗ്രേറ്റ് പബ്ലിക് സ്പീക്കർ. ആർക്കൊക്കെ ആവണം? യെസ്, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. So from today, with regards to public speaking, always try to be a better version of ourselves. ഏറ്റവും മികച്ച നമ്മളെ ആയിരിക്കണം ഓരോ തവണയും നമ്മൾ പുറത്തേക്ക് കാണിക്കുന്നത്. പബ്ലിക് സ്പീക്കിംഗ് ഈസ് എ ഹൈ ഇൻകം സ്കിൽ. പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൻ്റെ പേരാണ് ഇൻകം അറ്റ് വിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന അത്രയും പൈസ നേടാൻ ഈ സ്കില്ല് നിങ്ങളെ സഹായിക്കും. എന്താ? ഇൻകം അറ്റ് വിൽ. അതാണ് പബ്ലിക് സ്പീക്കിംഗ്. എന്താണ് പബ്ലിക് സ്പീക്കിംഗ്? ഇൻകം അറ്റ് വിൽ. പബ്ലിക് സ്പീക്കിംഗ് ഇസ് എ ഹൈ ഇൻകം സ്കിൽ. ഇപ്പോഴും നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ഈ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എന്ന്. എത്ര ബില്യൺ ഡോളേഴ്സിൻ്റെ മാർക്കറ്റാണ്, എത്ര ബില്യൺ ഡോളേഴ്സിൻ്റെ ഇൻഡസ്ട്രിയാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് നമ്മുടെ ആളുകൾക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും മനസ്സിലായിട്ടില്ല. ഫ്യൂച്ചർ ഓണേഴ്സിനോടാ, അടുത്ത തലമുറയോടാ ആരാവണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പലതും പറഞ്ഞു. നിങ്ങൾ ഫിലിം ആക്ടർ ആകണം, നിങ്ങൾ ഫുട്ബോളർ ആകണം, നിങ്ങൾക്ക് അതാകണം, എന്ത് വേണേലും പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഏത് മേഖലയിൽ പോയാലും, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, ഫുട്ബോളർ ആയിക്കോട്ടെ, ഹൂ എവർ യു ആർ, യു നീഡ് എ സ്കിൽ കോൾഡ് പബ്ലിക് സ്പീക്കിംഗ്. അതുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വേറിട്ട് നിൽക്കും. നിങ്ങളുടെ അടുത്തേക്കെത്താൻ ആർക്കും പറ്റില്ല. ദിസ് ഈസ് ദ സ്കിൽ വിച്ച് ഈസ് ഗോയിങ് ടു കീപ് യു number one.